കർത്താവിൽ പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹീതമായ മണ്ണിൽ നിന്നാണ് ഈ വീഡിയോ നൽകുന്നത്. UK എയിൽസ്ഫോർഡിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. 1251 ജൂലൈ മാസം 16-ാം തീയതി പരിശുദ്ധ അമ്മ മാതാവ് ഒരു കയ്യിൽ ഉണ്ണീശോയും മറുകയിൽ ഉത്തരിയും അസംഖ്യ മാലാഖമാരുമായി ഇറങ്ങി വന്ന കൃപയുടെ ഇടമാണ് ഈ എയിൽസ്ഫോർഡ്. വിശുദ്ധനായ സൈമൺ സ്റ്റോക്ക് ആയിരിക്കുന്ന കർമ്മലിത്ത സന്യാസ സമൂഹം ആ നാളുകളിൽ കൊടിയ പ്രതിസന്ധിയിലായിരുന്നു. സമൂഹത്തിന് ഉള്ളിൽ നിന്നും പുറമേ നിന്നും ഒരുപാട് ആക്രമണങ്ങളും പ്രതികൂലങ്ങളും പല വിധത്തിലുള്ള ക്ലേശങ്ങളും എതിർപ്പുകളെല്ലാം ആ നാളുകളിൽ കർമ്മലിത്ത സമൂഹത്തിന്റെ ജനറലായിരുന്ന വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ നേരിടേണ്ടി വന്നു. താൻ ഒരുപാട് ആകുലനായി, ഒത്തിരിയേറെ തന്റെ സമൂഹത്തെ ഓർത്ത് അസ്വസ്ഥപ്പെട്ടു. ഈ കൊടിയ പ്രതിസന്ധിയിൽ എങ്ങനെ തന്റെ സമൂഹം വളരും, യൂറോപ്പിന്റെ മണ്ണിൽ ഈ സമൂഹത്തിന് എങ്ങനെ വളർച്ചയുണ്ടാകും, അദ്ദേഹം വളരെ ഉത്കണ്ഠാകുലനായി. നാളുകൾ തീഷ്ണതയോട് ദൈവത്തിന് മുൻപിൽ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതാനും ദിവസങ്ങൾ പ്രാർത്ഥനയ്ക്കായി അദ്ദേഹം മാറ്റിവെച്ചു. പരിശുദ്ധ അമ്മ മാതാവിന്റെ മധ്യസ്ഥം തേടി കർത്താവിന്റെ തിരുമുമ്പിൽ കണ്ണുനീരോടെ സൈമൺ സ്റ്റോക്ക് പ്രാർത്ഥിക്കുകയാണ്, തന്റെ സന്യാസ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനുമായിട്ട്. നാം കേട്ടതുപോലെ 1251 ജൂലൈ മാസം 16-ാം തീയതി അതിരാവിലെ സ്വർഗം വിട്ടിറങ്ങി പരിശുദ്ധ അമ്മ ഉണ്ണീശോയും അസംഖ്യ മാലാഖമാരുമായി ഈ മണ്ണിലേക്ക് ഇറങ്ങി. തന്റെ ഒരു കയ്യിൽ ഉത്തരി ഉണ്ടായിരുന്നു. ഈ ഉത്തരിയം സൈമൺ സ്റ്റോക്കിന് നീട്ടിക്കൊടുത്തുകൊണ്ട് പറഞ്ഞു, എന്റെ മകനെ, നീ അസ്വസ്ഥപ്പെടേണ്ട, നിന്റെ സമൂഹത്തെ ഓർത്ത് നീ ആകുലപ്പെടേണ്ട. ഈ ഉത്തരിയം നീ കഴുത്തിൽ ധരിക്കുക, ഇത് നിന്റെ സമൂഹ അംഗങ്ങളെയെല്ലാം നീ ധരിപ്പിക്കുക. അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കും. സ്വർഗം തന്ന ഈ പ്രവചന സന്ദേശം വിശ്വസിച്ച് വിശുദ്ധനായ സൈമൺ സ്റ്റോക്ക് ഉത്തരിയം തന്റെ കഴുത്തിൽ ധരിക്കുകയും തന്റെ സമൂഹ അംഗങ്ങളെല്ലാം ധരിപ്പിച്ചു. തുടർന്ന് ചില ആത്മീയ സന്ദേശങ്ങൾ പരിശുദ്ധ അമ്മ സൈമൺ സ്റ്റോക്കിന് പറഞ്ഞു കൊടുത്തു. അതനുസരിച്ച് കഴിഞ്ഞപ്പോൾ അത്ഭുതകരമായ മാറ്റങ്ങൾ ഈ സമൂഹത്തിൽ ഉണ്ടായെന്ന് മാത്രമല്ല, വലിയ വളർച്ച യൂറോപ്പിന്റെ മണ്ണിൽ കർമ്മലിത്ത സന്യാസ സമൂഹത്തിനുണ്ടാവുകയാണ്. എന്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ വെളിപാടിന്റെ കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. യുഗാന്ത സഭയുടെ സംരക്ഷകയാണ് പരിശുദ്ധ അമ്മ മാതാവ്. യുഗാന്ത സഭയിലെ സഭാമക്കളായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം, മറ്റേത് നാളുകളേക്കാൾ ഉപരി പിശാച് പ്രബലപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ്. താൽക്കാലികമായി സാത്താന് അധികാരം അനുവദിക്കപ്പെട്ട നാളുകൾ. ഈ നാളുകളിൽ നമ്മുടെ വ്യക്തിജീവിതം, കുടുംബങ്ങൾ, കൂട്ടായ്മകൾ, സമൂഹങ്ങൾ, നമ്മുടെ സഭ കർത്താവിനാൽ സംരക്ഷിക്കപ്പെടുവാൻ സ്വർഗം നൽകിയിരിക്കുന്ന ശക്തമായ ആയുധമാണ് ഉത്തിരിയം. എന്റെ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും നമ്മുടെ കഴുത്തിൽ ഉത്തിരിയം അണിയണം. അത് മനുഷ്യൻ കണ്ടുപിടിച്ചതല്ല, മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതല്ല. അത് ദൈവജനത്തിന്റെ സംരക്ഷണത്തിനായി സ്വർഗം നൽകിയ ശക്തമായ ആയുധമാണ് ഉത്തിരിയം. നമ്മൾ കഴുത്തിൽ അത് ധരിക്കുക. എന്റെ മാതാപിതാക്കളെ, നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാം ഉത്തിരിയം ധരിപ്പിക്കണം. നമ്മളെല്ലാവരും ഉത്തിരിയം ധരിക്കണം. നമ്മുടെ കുടുംബത്തിലുള്ളവരെ എല്ലാം നമ്മൾ ഈ ഒരു കൃപയിലേക്ക്, ഈ ബോധ്യത്തിലേക്ക് നയിക്കണം. അത് നമുക്ക് വലിയ സംരക്ഷണം. പിശാചിന്റെ തിരിച്ചടികളിൽ നിന്ന്, അവന്റെ ആക്രമണങ്ങളിൽ നിന്ന്, ചതികളിൽ നിന്ന്, വഞ്ചനകളിൽ നിന്ന് നമ്മുടെ കുടുംബങ്ങൾ സംരക്ഷിക്കപ്പെടുക, നമ്മുടെ സമൂഹങ്ങൾ കർത്താവിനാൽ പ്രൊട്ടക്ട് ചെയ്യപ്പെടുക, നമ്മുടെ സഭയിൽ സമാധാനമുണ്ടാകാൻ, ഐക്യമുണ്ടാകാൻ, ദൈവ സാന്നിധ്യം സമൃദ്ധമായി നമ്മുടെ സഭയിൽ വളരുവാൻ ഈ ആയുധം വളരെ പ്രധാനപ്പെട്ടതാണ്. എയിൽസ്ഫോർഡിൽ മണ്ണിൽ നിന്ന് ഈ സന്ദേശം നിങ്ങളുമായി പങ്കുവെക്കുന്നു. എന്റെ ഹൃദയം സന്തോഷിക്കുകയാണ് സഹോദരങ്ങളെ. എന്തുമാത്രം സ്വർഗം നമ്മെ സ്നേഹിക്കുന്നതിന് അടയാളമാണിതെല്ലാം. നമ്മൾ ഈ സത്യം മനസ്സിലാക്കി ഈ കാലഘട്ടത്തിൽ ധീരതയോടെ കർത്താവിന് സാക്ഷ്യം നൽകുന്ന സത്യവിശ്വാസത്തിന്റെ കാവലാളുകളായി നമ്മൾ ജീവിതങ്ങൾ, നമ്മുടെ കുടുംബങ്ങൾ, കൂട്ടായ്മകൾ മാറ്റപ്പെടുവാൻ സ്വർഗം തന്ന ഈ ആയുധം ധരിച്ച് നമുക്ക് ദൈവവചനത്തിന്റെ സാക്ഷികളാകാം. നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും യോഗങ്ങളെയും നമ്മുടെ സഭയെയും സമൂഹത്തെയും എല്ലാം
പരിശുദ്ധ അമ്മ മാതാവിന്റെ വിമല ഹൃദയം വഴി, ശൗസേ പിതാവിന്റെ നിർമ്മല ഹൃദയം വഴി കർത്താവിന്റെ പരിശുദ്ധ ഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരുടെ മേലും ദൈവാനുഗ്രഹം സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിരന്തരമായ ദൈവപരിപാലന നിങ്ങൾക്ക് ഏവർക്കും ഉണ്ടാകട്ടെ. ആമേൻ.